നമ്മുടെ DNA എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് കുഞ്ഞു തന്മാത്രകൾ ചേർന്നുണ്ടായ ഒരു കൂറ്റൻ ഘടനയാണ്. ഇത്രയും വലിയ സംഗതി എങ്ങനെയാണ് ആദ്യം ഉണ്ടായത്? ഇവിടെയാണ് കാർബൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ പ്രാധാന്യം. പ്രപഞ്ചത്തിൽ ഒരുപാട് എലമെൻ്റ് ഉണ്ടെങ്കിലും ജീവന് കാർബണിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഇതിനെ നമുക്ക് ലിഗോ ബ്ലോക്കുകൾ പോലെ സങ്കല്പിക്കാം. കാർബണിന് 4 കൈകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം മറ്റ് 4 ആറ്റങ്ങളെ പിടിച്ചു നിർത്താൻ അതിന് പറ്റും. അങ്ങനെ വലിയ വലിയ ചെയിനുകളും സങ്കീർണമായ രൂപങ്ങളും നിർമ്മിക്കാൻ കാർബൺ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഒക്കെ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളെയാണ് നമ്മൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. പഴയ ഭൂമിയിലെ സമുദ്രങ്ങളിൽ ഇത്തരം മോളിക്യൂളുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. 1950കളിൽ മില്ലറും യൂറിയും നടത്തിയ വിഖ്യാതമായിട്ടുള്ള ഒരു പരീക്ഷണം വഴി മിന്നലും ചൂടുമുള്ള അന്തരീക്ഷത്തിൽ സാധാരണ രാസവസ്തുക്കൾ ചേർന്ന് ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകൾ ഉണ്ടാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നതുപോലെയുള്ളൊരു പ്രശ്നമുണ്ട്. DNA നിർമ്മിക്കാൻ പ്രോട്ടീൻ എന്ന മെഷീൻ വേണം.